ഹലോ, വെൽക്കം ബാക്ക് ടു ട്രാവൽ വിത്ത് അസ്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ആംഗ്ലസിയുടെ നോർത്ത് വെസ്റ്റ് കോസ്റ്റായ സൗത്ത് സ്റ്റാക്ക് ഐലൻഡിൽ സ്ഥിരീകരിക്കുന്ന സൗത്ത് സ്റ്റാക്ക് ലൈറ്റ് ഹൗസിലാണ്. ലൈറ്റ് ഹൗസിലോട്ട് പോകുന്ന വഴി ഇസ് സറൗണ്ടഡ് ബൈ ദിസ് സ്റ്റണ്ണിങ് ലൊക്കേഷൻ ആൻഡ് റഗഡ് ക്ലിഫ്സ്. ഈ കാണുന്നതാണ് ക്ലിഫ്സ്. പിള്ളേരായിട്ട് വരുന്ന ആൾക്കാർ ഇവിടെ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം, ബിക്കോസ് ദീസ് ക്ലിഫ്സ് ആർ നോട്ട് ബോർഡേഡ് ബൈ എനി ഫെൻസ്. അതുകൊണ്ട് തന്നെ ക്ലിഫ്സിൻ്റെ താഴോട്ട് വീഴാനുള്ള ചാൻസസും കൂടുതലാണ്. സോ ബി എക്സ്ട്രാ കെയർഫുൾ. ഇനി നമുക്ക് ലൈറ്റ് ഹൗസിലോട്ട് പോകാം. ഇതാണ് ലൈറ്റ് ഹൗസിലോട്ട് പോകുന്ന ഗ്രാൻഡ് സ്റ്റെയർകേസിൻ്റെ എൻട്രൻസ്. 400 സ്റ്റെപ്സ്, ദാറ്റ് ഈസ് 400 സ്റ്റെപ്സ് വൺ വേ ആണ് ഈ സ്റ്റെയർകേസ് വരുന്നത്. സ്റ്റോൺ സ്റ്റെയർസ് ആണ് ഇവിടെ ഉള്ളത്. നല്ല ആവേശമായതുകൊണ്ട് ഇറങ്ങാൻ ഒട്ടും മടി ഉണ്ടായിരുന്നില്ല. പക്ഷെ കയറി വന്നപ്പോൾ കാലിലെ എല്ലാ മസിലും സ്പ്രെയിനായി. സോ യു ഷുഡ് ഡു സം പ്രീ വർക്കൗട്ട് ബിഫോർ ഗോയിങ് ദർ. ഞങ്ങൾ സൗത്ത് സ്റ്റാക്ക് പോയ ദിവസം ഒരുപാട് കാറ്റും മഴയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തൊപ്പിയൊക്കെ പിടിച്ചിട്ടായിരുന്നു താഴോട്ട് ഇറങ്ങിയത്, അല്ലെങ്കിൽ കാറ്റ് കൊണ്ടുപോയതിനെ തൊപ്പി. പിന്നെ വളരെ സർപ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ആമി ഒറ്റയ്ക്കാണ് ഡൗൺ ആസ് വെൽ ആസ് അപ്പ് ഓൾ ദ സ്റ്റെയർസ് കവർ ചെയ്തത്. ഞങ്ങൾ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുമ്പോഴും അവൾ കം ഓൺ ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പോവുമായിരുന്നു. Which was really shocking as well as surprising to me. Sometimes we underestimate the energy that a kid holds. Wow, what a stunning view, അല്ലേ? ഇവിടെ കുറേ എക്സോട്ടിക് പക്ഷികളും ഇവിടെയുള്ള ട്രോപ്പിക്കൽ ബേർഡ്സും ഒക്കെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് സസ്പെൻഷൻ ബ്രിഡ്ജ് വിച്ച് സെപ്പറേറ്റ്സ് ദി സ്റ്റെയർവേ വിത്ത് ലൈറ്റ് ഹൗസ്. ടിക്കറ്റ് എടുക്കാത്തവർക്ക് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സ്പീക്കിംഗ് ഓഫ് ടിക്കറ്റ്സ്, ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് പ്രൈസസ് ആണ് ഇവിടെ. പെർ അഡൾട്ടിന് 10 പൗണ്ട് വെച്ച്, ചിൽഡ്രൻ ബിലോ 15 ഇയേഴ്സ് ഓൾഡിന് 5 പൗണ്ട് വെച്ചാണ് ഇവിടുത്തെ പ്രൈസസ് വരുന്നത്. ഫാമിലി ആയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ 2 adults plus 2 children will cost 25 pounds. ഞങ്ങളങ്ങനെ ലൈറ്റ് ഹൗസിലോട്ട് പോവുകയാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് വിൻഡ്സ് ഉള്ള സമയത്ത് പിള്ളേരെ മേളിലോട്ട് കൊണ്ടുപോകുന്നത് അത്ര നല്ല ഐഡിയ ആയിരിക്കില്ല. അതേപോലെ തന്നെ ഡോഗ്സിന് ഇവിടെ പ്രവേശനമില്ല. നമുക്ക് പിള്ളേരെ താഴെ പ്ലേ ഏരിയയിലാക്കിയിട്ട് മേളിലോട്ട് പോകാവുന്നതാണ്. ഇവിടെ അതിന് വേണ്ടിയിട്ട് അവർ ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ 1 by 1 ആണ് ലൈറ്റ് ഹൗസ് മേളിൽ പോയി കണ്ടത്. ആമി പ്ലേ ഏരിയയിലായിരുന്നു ആ സമയത്ത്. ഇനി കുറച്ച് ടെക്നിക്കൽ ഇൻഫർമേഷൻ. 91 feet ടോൾ ആണ് ഈ ലൈറ്റ് ഹൗസിൻ്റെ ഹൈറ്റ്. അതേപോലെ തന്നെ അപ്രോക്സിമേറ്റ്ലി 60 meter അബവ് മീൻ സീ ലെവലാണ് ഈ ലൈറ്റ് ഹൗസ് നിൽക്കുന്നത്. ഇറ്റ് ഫ്ലാഷസ് എ വൈറ്റ് ഫ്ലാഷ് എവറി 10 seconds. ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ മേളിലെത്തി. ഇവിടെ ഒരു ഗൈഡ്
ഈ ലൈറ്റ് ഹൗസിൻ്റെ ഹിസ്റ്ററി, പിന്നെ അതിൻ്റെ ഫങ്ഷനാലിറ്റിനെ കുറിച്ച് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ 10 പൗണ്ടിന് വേർത്ത് ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് മച്ച് വേർത്ത്. കാരണം നമുക്ക് വിക്കിപീഡിയ അതേപോലെ ഓൺലൈൻ വെബ്സൈറ്റ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രമാണ് ഇവിടെ നിന്ന് ഗൈഡ് വഴി കിട്ടിയത്. സോ ഇഫ് യു റിയലി ഹാവ് ടു ഗോ അപ്പ് ആൻഡ് എക്സ്പ്ലോർ ദ പ്ലേസ് ആൻഡ് ഹിയർ ഓൾ ദാറ്റ്, യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ദ. 10 പൗണ്ട് വേർത്ത് ആയിരിക്കും നിങ്ങൾക്ക്. പക്ഷേ if you seriously don't want to hear all the things which you have learned and read in the online forum, I think you can stay back. പതുക്കെ രണ്ടാളും പതുക്കെ. പതുക്കെ എടുക്ക്. മതി അവിടെ നിന്നാ മതി.